ഇന്ന് 2026 മാർച്ച് 19. തിരുവല്ലം MBCയിൽ ഇന്ന് രാവിലെ 6 AM മുതൽ 19 വർഷത്തേക്ക് നടത്തുവാനായിരിക്കുന്ന MBC ധ്യാനം ആരംഭിക്കുന്നു. യോസേഫ് പിതാവിൻ്റെ മരണത്തിരുന്നാൾ ആഘോഷിക്കുന്ന ഇന്നേ ദിനം 93 CMI വൈദികർ ഒന്നു ചേർന്ന് CMI സഭാ സാരഥിയെ തിരഞ്ഞെടുക്കുവാനായിട്ടുള്ള പ്രാർത്ഥനാ യജ്ഞത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. CMI സഭയിൽ ഒരു ദിവസമെങ്കിലും അംഗമായിട്ട് ചേർന്നിട്ടുള്ള എല്ലാവരെയും ഹൃദയപൂർവ്വം നമുക്ക് അനുസ്മരിക്കാം. അതുപോലെ വിവിധ സന്യാസ സഭകൾ, സന്യാസിനി സഭകൾ, ഇടവകകൾ, രൂപതകൾ തുടങ്ങിയവയിൽ ദൈവവേല ആഗ്രഹിച്ചുകൊണ്ട് ജീവിതം ആരംഭിക്കുവാനായിട്ട് എത്തിച്ചേർന്ന് തങ്ങളുടെ ജീവിതത്തിന് അർത്ഥം കാണുവാനായിട്ട് ആഗ്രഹിച്ച ആയിരക്കണക്കിന് വ്യക്തികളെ യോസേഫ് പിതാവിൻ്റെ സംരക്ഷണ സ്മരണ അനുസ്മരിച്ചുകൊണ്ട് ഹൃദയത്തിൽ നമുക്ക് സൂക്ഷിക്കാം. ഒരു ദിവസത്തേക്കെങ്കിലും സമർപ്പിത ജീവിതം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി അത്തരം ഒരു ചിന്തയിലൂടെ നയിക്കപ്പെട്ടുവെങ്കിൽ അത് ദൈവത്തിൻ്റെ പ്രത്യേകമായൊരു വിളിയാണ്. ദൈവം അവർക്ക് വേണ്ടി നൽകിയ ആ സത്പ്രേരണ അപ്പോൾ സ്വർഗത്തിൻ്റെ സമ്മാനമാണ്. അതിലെത്ര നാൾ നിലനിന്നു എന്നത് അവരെയോ മറ്റാരെയോ ആശ്രയിച്ചല്ല, ദൈവനിശ്ചയത്തെ ആശ്രയിച്ച് മാത്രമാണ്. ഇന്നേ ദിവസം ദൈവവിളി സ്വീകരിച്ചുകൊണ്ട്, ദൈവവിളി എന്ന് പറയുമ്പോൾ അതിന് വ്യാപക അർത്ഥത്തിലാണ് നാം മനസ്സിലാക്കേണ്ടത്. ഏറ്റവും പ്രഥമവും പ്രധാനവുമായ ദൈവവിളി വിവാഹ ജീവിതത്തിലേക്കുള്ള ആഗ്രഹമാണ്. വിവാഹ ജീവിതത്തിലേക്കുള്ള ആഗ്രഹത്തിൻ്റെ പൂർത്തീകരണം, അതിൻ്റെ പൂർണ്ണതയിലെത്തിയതാണ് യേശുവിന് ഒരു കുടുംബജീവിതത്തിൻ്റെ അനന്തരഫലമായിട്ട് ലോകത്തിന് പ്രദാനം ചെയ്യുവാൻ യോസേഫ് പിതാവിനും മറിയത്തിനും സാധിച്ചത്. നമ്മുടെ ആദ്യ ദിന ധ്യാനത്തിൽ യോസേഫ് പിതാവിൻ്റെയും പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെയും കുടുംബജീവിതം ഓർമ്മയിൽ സൂക്ഷിക്കാം. നാളത്തെ സമൂഹത്തിൻ്റെ വളർച്ച കുടുംബത്തിൻ്റെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ടാണ് നിലനിൽക്കുന്നത്. കുടുംബം എന്നതിനും വ്യാപക അർത്ഥമാണ് നാം കൊടുക്കേണ്ടത്. കുടുംബം എന്നാൽ ഭാര്യയും ഭർത്താവും മക്കളും ഒന്നിച്ച് ജീവിച്ചിരിക്കുന്നിടം എന്ന് മാത്രമല്ല അർത്ഥം. ഏതെങ്കിലും ഒരു ലക്ഷ്യത്തെ പ്രതി ദൈവകരുണയിൽ ഒന്നിച്ച് പാർത്ത് ജീവിതത്തിന് അർത്ഥം കാണുവാനായിട്ട് ശ്രമിക്കുന്ന എല്ലാ കൂട്ടായ്മകളെയും ഒരു ദൈവവിളിയുടെ മാധ്യമമായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. കത്തോലിക്ക സഭയിലെ പ്രധാനമായുള്ള ദൈവവിളി ധാരകൾ ഇവയൊക്കെയാണ്. 1. വിവാഹ ജീവിതം. 2. സമർപ്പിത ജീവിതം, അതായത് സന്യാസ ജീവിതം. 3. സന്യാസ വൈദിക ജീവിതം. ഈ സന്യാസ വൈദിക ജീവിതം രണ്ടായിട്ട് കാണാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. എല്ലാ വൈദികരും തന്നെ സന്യസ്ത ജീവിതം തന്നെ നയിക്കുന്നവർ തന്നെയാണ്. അപ്പോൾ രൂപതയിൽ അഥവാ ഇടവകയിൽ ജീവിക്കുന്ന, അജപാലനത്തിന് പ്രാധാന്യം കൊടുത്ത ഇടവക ജനങ്ങൾക്ക് ഒപ്പം ജീവിക്കുന്ന വലിയ സമർപ്പിത സംഘങ്ങളെ നമ്മൾ കാണുന്നു. അതേ അർത്ഥത്തിൽ തന്നെ അതേ ദൗത്യം ചെയ്യുന്ന മറ്റൊരു വിഭാഗമാണ് സന്യാസ സഭകളിലെ അംഗങ്ങൾ. എണ്ണമറ്റ സന്യാസ സഭകൾ പുരുഷന്മാർക്കും സ്ത്രീകൾക്കുമായി ലോകത്തെങ്ങുമുണ്ട്. കേരളത്തിലെ തന്നെ
ഏകദേശീയ സന്യാസ സഭയായിട്ട് നാം മനസ്സിലാക്കുന്നത് CMI സഭയാണ്. CMI സഭ പുരുഷന്മാർക്കുള്ളതാണ് എങ്കിൽ CMC സഭ സ്ത്രീ ജനങ്ങൾക്കുള്ളതാണ്. ഈ സഭയുടെ പ്രസക്തി എന്താ എന്ന് ഞാൻ നിങ്ങൾക്ക് പറയാതെ തന്നെ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. ഇന്ന് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന പല യൂണിവേഴ്സിറ്റികൾ, ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റി, CMI കോട്ടയം പ്രൊവിൻസ് നേതൃത്വം നൽകുന്ന മറ്റൊരു CMI യൂണിവേഴ്സിറ്റി, അതുപോലെ തന്നെ രാജഗിരി പോലെയുള്ള പേരെടുത്ത ആശുപത്രികൾ, കോളേജ് തുടങ്ങിയുള്ള അനേകം കോളേജുകൾ, രൂപതാ തലത്തിലാണെങ്കിൽ കേരളത്തിൻ്റെ സാഹിത്യ സമഗ്ര സംഭാവനകൾ കൊണ്ട് കേരളത്തെ സമ്പന്നമാക്കി ശ്രദ്ധേയമായ SB കോളേജ്, എത്രയെത്ര കോളേജുകൾ, യൂണിവേഴ്സിറ്റികൾ, വിദ്യാലയങ്ങൾ, മാന്നാനത്ത് ആരംഭിച്ച ആദ്യ വിദ്യാലയം എന്ന് പറയുന്നത് CMIക്കാരുടെ ആദ്യ വിദ്യാലയം എന്ന് മാത്രമാണ്. ഇവിടെ അനേകം സഭകളിലെ, കത്തോലിക്ക സഭയിലെയും പ്രൊട്ടസ്റ്റൻ്റ് സഭകളിലെയും ഒക്കെ വ്യക്തികളും കൂട്ടായ്മകളും ചേർന്ന് സ്ഥാപിച്ചിട്ടുള്ള നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, കൊച്ചു പള്ളിക്കൂടങ്ങൾ തുടങ്ങി വൻകിട യൂണിവേഴ്സിറ്റികൾ വരെ വിദ്യാഭ്യാസ രംഗത്തെ ജ്ഞാനവഴികളിലെ, ബോധമാർഗങ്ങളിലെ ഉന്നതമായ ലക്ഷ്യങ്ങളും അടയാളങ്ങളുമാണ് എങ്കിൽ മാർ യോസേപ്പ് പിതാവിൻ്റെ സ്മരണാദിനത്തിൽ ഈ വിധ ചിന്തകൾക്കൊക്കെ കുറേയേറെ പ്രാധാന്യമുണ്ട്. യോസേപ്പ് പിതാവിലെ നിക്ഷിപ്തമായ കടമ സഭയുടെ കേന്ദ്രവും സഭ തന്നെയുമായ ദൈവം തന്നെയായ ഈശോയെ ഈ ലോകത്തിലേക്ക് മനുഷ്യനായി ലഭിച്ചപ്പോൾ ഈശോയെ വളർത്തിയെടുക്കുവാനായിട്ട് ദൈവത്താൽ നിയോഗിക്കപ്പെട്ട വ്യക്തിയാണ് മാർ യോസേപ്പ് പിതാവ്. ഈശോയെ മാത്രമല്ല, ഈശോയെയും മറിയത്തെയും സംരക്ഷിച്ച യോസേപ്പ് പിതാവ് സകല കുടുംബങ്ങളുടെയും സംരക്ഷകനാണ്, സകല കൂട്ടായ്മകളുടെയും സംരക്ഷകനാണ്. അദ്ദേഹത്തിൻ്റെ മരണം ഒരു ദുഃഖമോ വേർപാടോ അല്ലായിരുന്നു, മറിച്ച് അനുഗ്രഹത്തിൻ്റെയും ഭാവി വിശ്വാസത്തിൻ്റെയും വലിയൊരു അടയാളമായിരുന്നു. ഒരു വ്യക്തിയുടെ മരണസമയത്ത് കത്തോലിക്ക വിശ്വാസമനുസരിച്ച് ശുഭമരണമായി മാറുന്നത്, ഭാഗ്യമരണമായി മാറുന്നത് വിശുദ്ധ കുർബാന സ്വീകരിച്ചതിന് തൊട്ടടുത്തുള്ള മരണമാണ്. ഒരുക്കത്തോടു കൂടി വിശുദ്ധ കുർബാന സ്വീകരിച്ച് ജീവിക്കുന്നവർ ഒരുപക്ഷെ അനേക നാളുകൾ ഓർമ്മയൊക്കെ നഷ്ടപ്പെട്ട് മരണത്തോട് മല്ലടിച്ച് കിടക്കുമ്പോഴും മരണത്തിന് മുൻപ് ദിവ്യകാരുണ്യനാഥനെ സ്വീകരിച്ചുകൊണ്ട് കടന്നു പോകുന്നത് ഭാഗ്യമരണമെന്ന് നാം വിളിക്കാറുണ്ട്. ഇത്തരം ഒരു മഹാഭാഗ്യമരണം ലഭിച്ച വ്യക്തിയാണ് മാർ യോസേപ്പ് പിതാവ്. ദിവ്യകാരുണ്യനാഥനെ സ്വീകരിക്കുമ്പോൾ ഈശോയുടെ സാന്നിധ്യമാണ് നമ്മുടെ മുമ്പിൽ വരുന്നത് എങ്കിൽ മാർ യോസേപ്പ് പിതാവിൻ്റെ മരണസമയത്ത് ഈശോയുടെ മാത്രമുള്ള സാന്നിധ്യമല്ലായിരുന്നു, ഈശോയുടെയും മറിയത്തിൻ്റെയും സാന്നിധ്യമാണ്. മറിയം ആരാണ്? മറിയം ലോകം കണ്ടിട്ടുള്ളതിലേക്കും വെച്ച് സ്ത്രീകളിൽ ഏറ്റവും ഭാഗ്യമതി എന്ന് വിളിക്കാവുന്ന വ്യക്തിത്വമാണ്. ആ മാതാവിൻ്റെ സാന്നിധ്യം എന്ന് പറയുന്നത് ശുശ്രൂഷയുടെ സാന്നിധ്യമാണ്, സ്നേഹത്തിൻ്റെ സാന്നിധ്യമാണ്, പരിപാലനയുടെ സാന്നിധ്യമാണ്. സർവോപരി രക്ഷിക്കലിൻ്റെയും ജീവൻ സംരക്ഷിക്കലിൻ്റെയും ഒക്കെ അടയാളമായ അമ്മ സങ്കല്പത്തിൻ്റെ അതിമഹത്തായൊരു സാന്നിധ്യമാണ് പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ സാന്നിധ്യത്തിലൂടെ മാർ യോസേപ്പ് പിതാവിന് ലഭിച്ചത്. ഈശോയുടെ സാന്നിധ്യം മാർ യോസേപ്പ് പിതാവിന് ലഭിക്കുമ്പോൾ ദൈവ സാന്നിധ്യമാണ് മാർ യോസേപ്പ് പിതാവ് അനുഭവിച്ച് അറിയുന്നത്. ജീവൻ്റെ ലക്ഷ്യം ദൈവത്തിൽ ചേരുക എന്നത് മാത്രമാണ്. സമ്പത്തോ സ്ഥാനമാനങ്ങളോ സുഖസൗകര്യങ്ങളോ നമ്മുടേതായ സന്തോഷങ്ങളോ ഒന്നും അതിൻ്റെ പൂർണ്ണതയിൽ നമ്മെ നിലനിർത്തുകയില്ല. എല്ലാ സന്തോഷവും അതിൻ്റെ പൂർണ്ണതയിൽ എത്തുമ്പോൾ ഇത് നിത്യമായിട്ട് നമ്മൾ നിലകൊള്ളുന്നില്ലല്ലോ എന്ന ഒരൊറ്റ ചിന്തയാൽ തന്നെ ആ സന്തോഷത്തിൻ്റെ തീവ്രത നഷ്ടപ്പെട്ടു പോവുകയാണ്. എന്നാൽ ഈശോ പറയുന്നു, അവിടുന്ന് നൽകുന്ന സന്ദേശം അത് നിത്യസന്ദേശമാണ്, അത് നിത്യജീവനാണ്. നിത്യജീവൻ്റെ അംശമായി ഭാഗമാവുക എന്ന് പറഞ്ഞാൽ
സാക്ഷാൽ ദൈവത്തിൻ്റെ അംശമാവുക, ഭാഗമാവുക എന്നൊക്കെയാണ് അർത്ഥം. ഈ ലോകത്തിൽ ഞാൻ മുമ്പ് സൂചിപ്പിച്ച പോലെ കെട്ടിപ്പടുത്ത എല്ലാ യൂണിവേഴ്സിറ്റികളും, എല്ലാ സ്ഥാപനങ്ങളും, എല്ലാ ആതുരാലയങ്ങളും, എല്ലാ അജപാലന കേന്ദ്രങ്ങളുമൊക്കെയും നിത്യസത്യ ദൈവമായ ദൈവത്തിലേക്കുള്ള വാതായനങ്ങളോ വഴികളോ വഴികാട്ടികളോ ഒക്കെ ആക്കി മാറ്റുവാൻ വേണ്ടി മാത്രമുള്ളതാണ്. പലപ്പോഴും സുന്ദരമായ ഭവനങ്ങൾ പണിയുന്ന നമ്മൾ ആ ഭവനത്തിൽ പാർക്കാൻ മടിക്കുകയും ഭവനത്തെ കെട്ടുറപ്പുള്ളതാക്കുവാനായിട്ട് ഭവനത്തിന് മുമ്പിൽ മതിലുകൾ കെട്ടി ഉയർത്തുകയും ചെയ്യുന്നു. ഇത്തരം മതിലുകൾക്ക് വേണ്ടി നമ്മുടെ പണവും ധനവും നമുക്കുള്ളതെല്ലാം നമ്മൾ വ്യയം ചെയ്യുന്നത് പലപ്പോഴും നാം അറിയാതെ പോകുന്നു. മതിലുകൾ നമുക്ക് ആവശ്യമാണ്. അത് പലപ്പോഴും മതിലുകളെ പുറത്തുനിന്നുള്ള ദുഷ്ടശക്തികൾ അകത്ത് കയറാതിരിക്കാൻ മാത്രമല്ല, നമ്മിലുള്ള സ്വാർത്ഥതയുടെയും മൃഗീയതയുടെയും സ്വാതന്ത്ര്യത്തിൻ്റെയുമായ വേലിക്കെട്ടുകൾ പൊളിച്ചുകൊണ്ട് പുറത്തു ചാടി വീണ്ടും വിശാലമായ സന്തോഷാദികളുടെ പുൽപ്പരപ്പുകളിലേക്ക് അലഞ്ഞു നടന്ന് നമ്മുടെ ജീവിത ലക്ഷ്യത്തിൽ നിന്നും പിന്മാറാതിരിക്കുവാനായിട്ടുള്ള ഒരു മുൻകരുതലാണ് സത്യത്തിൽ മതിലുകൾ. ശരിയാണ്, മതിലുകൾ നമുക്ക് ഹിതമല്ലാത്തതും നമ്മെ നശിപ്പിക്കാൻ സാധ്യതയുള്ളതുമായ ശക്തികൾ നമ്മെ അതിക്രമിച്ചിരിക്കുവാനായിട്ട് അതിക്രമിച്ച് കടത്തി കീഴ്പ്പെടുത്താതിരിക്കുവാനായിട്ടുള്ള ഒരു മുൻകരുതലായ മതിലുകളെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പക്ഷേ മതിലുകൾക്ക് വേണ്ടി തന്നെ നമ്മുടെ ജീവിതവും നമ്മുടെ ധനവും മുഴുവൻ മുടക്കുന്ന വലിയ അവസ്ഥകൾ നമുക്കുണ്ട്. ഇവിടെ മതിൽ എന്ന് പറയുന്നത് ചിലപ്പോൾ സംരക്ഷണവും മതിലായി മാറാറുണ്ട്. നാളത്തേക്ക് ആവശ്യമായ പാചകവാതകങ്ങൾ ശേഖരിച്ച് വയ്ക്കാനായിട്ട് ഒരുപറ്റം ആളുകൾ നിശ്ചയിച്ചാൽ എന്തായിരിക്കും അവസ്ഥ? നാളത്തേക്ക് ആവശ്യമായ ഭക്ഷ്യവസ്തുക്കൾ കേടുകൂടാതെ സൂക്ഷിക്കുവാനായി ഒരുപറ്റം ആളുകൾ ശ്രദ്ധിച്ചാൽ എന്തായിരിക്കും? ഇത് രണ്ടും അവിടെ മതിലുകളായി മാറുകയാണ്. അപ്പോൾ മതിലുകൾക്ക് വേണ്ടി മാത്രമായി നമ്മുടെ ജീവിതത്തെ വ്യയം ചെയ്യുന്ന മഹാഭോഷ്കത്തരത്തിലേക്ക് നാം പോകരുത് എന്ന് മാർ യോസേഫ് പിതാവ് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. കാരണം അങ്ങനെയൊന്നായിരുന്നുവെങ്കിൽ അവിടുന്ന് മരിക്കില്ലായിരുന്നു. നിത്യജീവൻ്റെ ഉറവിടവും കാരണകാരനും ഭാവിയുമായിരിക്കുന്ന യേശുപുത്രനെ വളർത്തുപുത്രനായി ലഭിച്ച യോസേഫ് പിതാവ് പറയുകയാണ്, എനിക്ക് ഈ ലോകത്ത് നീ മരിച്ചു കഴിഞ്ഞ് മരിച്ചാൽ മതി, ഈ ലോകത്ത് നിത്യമായി എനിക്ക് ജീവിക്കണമെന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ യേശു തീർച്ചയായും ആ ആഗ്രഹം സാധിച്ചു കൊടുക്കുമായിരുന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം അങ്ങനെ ഒരു ആഗ്രഹം യോസേഫ് പിതാവിന് സാധിച്ചില്ല എന്നാണ്? തീർച്ചയായിട്ടുമല്ല. യോസേഫ് പിതാവ് അത് ആഗ്രഹിച്ചിട്ടുണ്ട്, യേശു അത് നൽകിയിട്ടുണ്ട്. പക്ഷേ ആ വാസം സത്യ ദൈവത്തിൽ ചേർന്നുകൊണ്ട് ദൈവം എവിടെയായിരിക്കുന്നു അവിടത്തിന് നമ്മൾ കൊടുക്കുന്ന സ്ഥലമാണല്ലോ, പേരാണല്ലോ മോക്ഷം. ആ മോക്ഷഭാഗ്യത്തിന് അടയാളമായി, ആ മോക്ഷഭാഗ്യത്തിൻ്റെ പ്രതീക്ഷയായി, ഭാവിയിലേക്കുള്ള നമ്മുടെ നടവഴികളിലെ സുനിശ്ചിതമായ പ്രത്യാശയായി നമ്മുടെ മുമ്പിൽ തെളിഞ്ഞു നിൽക്കുകയാണ് മാർ യോസേഫ് പിതാവിൻ്റെ മരണത്തിരുന്നാളിൽ നമുക്ക് ലഭിക്കുന്ന സ്വർഗീയമായ സന്ദേശം. മോക്ഷ വഴികളിലെ അതീവ ശ്രദ്ധേയമായ ഒരു വ്യക്തിത്വമാണ് മാർ യോസേഫ് പിതാവ്. 15 വയസ്സ് വരെ ഈശോ മിശിഹായെ വളർത്തിയ മാർ യോസേഫ് പിതാവിൻ്റെ മരണത്തിരുന്നാളിൻ്റെ മംഗളങ്ങൾ എല്ലാവർക്കും സമർപ്പിക്കുന്നതോടൊപ്പം ഇന്നു മുതൽ തിരുവല്ലം MBCയിൽ ആരംഭിച്ചിരിക്കുന്ന 19 വർഷം നീളുന്ന ഈ ധ്യാനത്തിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും ക്ഷണിക്കുന്നു. ഈ ധ്യാനത്തിലേക്ക് നിങ്ങളെ ക്ഷണിക്കുന്നു എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്നത് അവനവൻ ചെയ്യുന്ന ജോലികളിൽ അവനവനായിരിക്കേണ്ടിടത്ത് ആയിരുന്നു കൊണ്ട് ഹൃദയം കൊണ്ട് അരൂപി കൊണ്ട് ഈ ധ്യാനത്തിൽ പങ്കുചേരുക എന്നാണ്. എന്നാൽ മുൻകൂട്ടി അറിയിച്ചിട്ട് ആരോഗ്യവും സാഹചര്യങ്ങളും അനുവദിക്കുന്നുവെങ്കിൽ ഇവിടെ വന്നും ഈ ധ്യാനത്തിൽ ആർക്കും പങ്കുചേരാവുന്നതാണ്. ഈ ധ്യാനത്തിൽ നിങ്ങളെ സഹായിക്കുന്നത് പ്രധാനമായും CMI സഭയിലെ എല്ലാ വ്യക്തികളുമാണ്. അതുപോലെ തന്നെ എല്ലാ രൂപതകളുടെയും എല്ലാ സന്യാസ സഭകളുടെയും സഹായവും സാന്നിധ്യവും തിരുവല്ലത്തിന് എപ്പോഴുമുണ്ട് എന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. തിരുവല്ലം മാതാവിൻ്റെ സന്നിധിയിൽ ഒന്നുചേരുന്ന സർവ്വ വ്യക്തികൾക്കും കർത്താവായ ഈശോ മിശിഹായുടെ കൃപയും അനുഗ്രഹവും ഉണ്ടായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എന്നെ ശ്രവിക്കുന്ന എല്ലാവർക്കും ഈ ദിവസത്തിൻ്റെ മംഗളങ്ങൾ ആശംസിക്കുന്നു. മാർ യോസേഫ് പിതാവിൻ്റെ പേര് സ്വീകരിച്ചിട്ടുള്ള പ്രസ്ഥാനങ്ങൾ, വ്യക്തികൾ, കുടുംബാംഗങ്ങൾ
ഓരോരുത്തരെയും ഈ അവസരത്തിൽ നമുക്ക് നിത്യപിതാവിന് സമർപ്പിച്ചുകൊണ്ട് നന്മയുടെ ഈ നല്ല ദിവസത്തെ കർത്താവിൻ്റെ മുമ്പിൽ സമർപ്പിക്കാം. നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന പ്രതിസന്ധികളെ, സങ്കടങ്ങളെ, ആശങ്കകളെ, ഉത്കണ്ഠങ്ങളെ, ലോകമെങ്ങും പൊട്ടിപ്പുടരുന്ന യുദ്ധ ഭയങ്ങളെ ഒക്കെയും നമുക്ക് തിരുവതിരു മുമ്പാകെ സമർപ്പിക്കാം. എല്ലാവിധ മരണഭയങ്ങളെയും രോഗഭയങ്ങളെയും മഹാമാരികളെയും ക്രിസ്തുവിൻ്റെ ഹൃദയത്തോട് ചേർത്തുകൊണ്ട് നിത്യപിതാവിൻ്റെ തിരുവിഷ്ടത്തിന് സമർപ്പിച്ചുകൊണ്ട് ശാന്തതയുടെയും സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റേതുമായ ഒരു ധ്യാന കാലഘട്ടം അടുത്ത 19 വർഷത്തേക്ക് തുടരുന്ന ഈ കാലഘട്ടം ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ സമാപിപ്പിക്കുവാൻ, ഫലം കണ്ടെത്തുവാൻ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, ആശീർവദിക്കട്ടെ. 1999 2000 വർഷങ്ങളിൽ ആരംഭിച്ച MBC പ്രസ്ഥാനം അതിനെ ഇന്ന് നിലനിർത്തുവാനും അതിൻ്റെ പിന്നിലൂടെ ഫലങ്ങൾ നേടുവാനും അതിലായിരിക്കുന്ന വ്യക്തികൾക്ക് നിങ്ങളുടെ സഹായ സഹകരണങ്ങൾ വഴി ഇന്നോളം അനുഗ്രഹവും കൃപയുമായി വർദ്ധിക്കുകയും ചെയ്ത എല്ലാ വ്യക്തികളെയും ഹൃദയപൂർവ്വം അനുസ്മരിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഈ ധ്യാന നിമിഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ആയിരക്കണക്കിന് അൾത്താരകളിൽ അർപ്പിക്കപ്പെടുന്ന ദിവ്യബലിയോട് ചേർത്തുകൊണ്ട് അനുദിനം നാം അർപ്പിക്കുന്ന ജപമാല പ്രാർത്ഥനകളോട് ചേർത്തുകൊണ്ട് ഓരോ ദിവസവും ജീവിത ബലിയായി നാം ഏറ്റെടുക്കുന്ന, നാം വഹിച്ചുകൊണ്ടിരിക്കുന്ന ജീവിത ദുഃഖങ്ങളുടെ പ്രയാസങ്ങളോട് ചേർത്തുകൊണ്ട്, ഉത്കണ്ഠകളോട് ചേർത്തുകൊണ്ട് നമ്മെ തന്നെ ദൈവത്തിരുമുമ്പാകെ സമർപ്പിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, ആശീർവദിക്കട്ടെ. എല്ലാറ്റിനും ഉപരിയും എല്ലാത്തിനും മുകളിലും സർവ്വത്തിൻ്റെയും ഏകരക്ഷകനുമായ ദൈവത്തെ ആശ്രയിച്ചുകൊണ്ട്, ദൈവ തിരുമനസ്സിൽ ആശ്രയിച്ചുകൊണ്ട് ഈ ദിവസത്തിൻ്റെ എല്ലാവിധ മംഗളങ്ങളും ആശംസകളും പ്രാർത്ഥനകളും സമർപ്പിക്കുന്നു. സെറ്റ് 19/3/2026 CMI പ്രൊവിൻഷ്യൽ ഹൗസ്, തിരുവല്ലം, തിരുവനന്തപുരം.